ലോക ഭൂപടത്തിൽ സ്വന്തം മേൽവിലാസം പോലും പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, നമ്മുടെ അയൽപ്പക്കത്തെ പാകിസ്ഥാൻ. അവിടെയുള്ള രാഷ്ട്രീയക്കാർക്കും ഭരണാധികാരികൾക്കും ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്താണെന്നറിയാമോ? ഇന്ത്യയും UAEയും തമ്മിലുള്ള ആത്മബന്ധം കണ്ട് അവരുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. വെറുതെ കണ്ണ് തള്ളുക മാത്രമല്ല, ഭ്രാന്ത് പിടിച്ചവനെ പോലെ ചിലത് വിളിച്ചു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ UAE വിഴുങ്ങാൻ പോകുകയാണെന്നും വൈകാതെ UAE അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാകുമെന്നും കേൾക്കുമ്പോൾ കോമഡിയായി തോന്നാം. പക്ഷേ പാകിസ്ഥാൻ സെനറ്റർ മുഷാഹിദ് ഹുസൈൻ സീരിയസ് ആയി പറഞ്ഞ കാര്യമാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഈ കരച്ചിലിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും ഭാരതം എങ്ങനെയാണ് നയതന്ത്ര ലോകത്തെ ചക്രവർത്തിയാകുന്നത് എന്നുമാണ്. ആദ്യം നമുക്ക് ഈ സെനറ്റർ പറഞ്ഞ സംഭവം ഒന്ന് വിശകലനം ചെയ്യാം. UAEയിൽ ഏകദേശം 45 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് മുഷാഹിദ് ഹുസൈൻ UAEയെ പേടിപ്പിക്കാൻ നോക്കുന്നത്. നോക്കിക്കോളൂ, ഇന്ത്യക്കാർ അവിടെ നിറയുകയാണ്. ഇനി എപ്പോഴാണ് UAE ഇന്ത്യ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാക്കുക എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. എന്ത് മനോഹരമായ തമാശയാണിത്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ നോക്കാൻ വകയില്ലാത്തവർ ലോകം ആദരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായ ഭാരതം മറ്റൊരു രാജ്യത്തെ കൈക്കലാക്കുമെന്ന് പറഞ്ഞു പരത്തുന്നത് എത്ര പരിതാപകരമാണ്. സത്യത്തിൽ ഇത് UAEയോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന തറവാട് മുടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് സഹായിച്ചിരുന്നവർ പോലും ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതിനുള്ള അസൂയ തന്നെയാണ്. ഇതൊരു വെറും പ്രസ്താവനയല്ല, ഇതിന് പിന്നിൽ വലിയൊരു സാമ്പത്തിക ചരിത്രമുണ്ട്. പണ്ട് പാകിസ്ഥാൻ കരയുമ്പോൾ UAE വാരിക്കോരി പണം നൽകുമായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി. പാകിസ്ഥാന് കൊടുത്ത പണം തിരിച്ചു കിട്ടില്ലെന്ന് UAEക്ക് ബോധ്യമായി. അതുകൊണ്ട് തന്നെ പഴയ $340 കോടി UAE തിരിച്ചു ചോദിച്ചു. ആ കാശ് കൊടുക്കാൻ ഗതിയില്ലാതെ പാകിസ്ഥാൻ അവസാനം സൗദി അറേബ്യയുടെ കാല് പിടിച്ചു. സൗദി കൊടുത്ത പണം കൊണ്ട് UAEയുടെ കടം വീട്ടി തലയൂരിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇതൊക്കെ നടക്കുമ്പോൾ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? UAE ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ്. നരേന്ദ്രമോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും തമ്മിലുള്ള ബന്ധം വെറും ഒരു ഔദ്യോഗിക ബന്ധമല്ല. ഇന്ത്യയിൽ UAE 10,000 കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത്. ഇത് കാണുമ്പോഴാണ് പാകിസ്ഥാന്റെ നെഞ്ചിൽ തീ കായുന്നത്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയ സ്വാധീനം പാകിസ്ഥാന്റെ എല്ലാ വർഗീയ അജണ്ടകളെയും തകർത്തെറിഞ്ഞു. പല രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ശ്രമിക്കുന്നു. എന്നാൽ ഇന്ന് സൗദിയും UAEയും ഖത്തറും എല്ലാം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളാണ്. ഇസ്ലാമിക രാജ്യങ്ങളുമായി ഭാരതം പുലർത്തുന്ന ഈ അടുപ്പം പാകിസ്ഥാൻ സഹിക്കുന്നില്ല. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒരു മഹാശക്തിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും കൈകോർക്കുന്നത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചിരിച്ചിലുണ്ടാകുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാന് തന്നെയാണ്. സ്വന്തം രാജ്യം സാമ്പത്തികമായി തകർന്ന് ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അലയുമ്പോഴും ഇന്ത്യയുടെ ഐശ്വര്യം കണ്ട് അസൂയപ്പെടാനാണ് പാകിസ്ഥാനി രാഷ്ട്രീയക്കാർക്ക് സമയം. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് പാകിസ്ഥാൻ സെനറ്റർ മുഷാഹിദ് ഹുസൈന്റെ ഈ വിചിത്രമായ പ്രസ്താവന. UAE ഇന്ത്യ വിഴുങ്ങാൻ പോകുകയാണെന്നും വൈകാതെ UAE അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമാകുമെന്നാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. UAE ഭയപ്പെടുത്താൻ വർഗീയത നിറഞ്ഞ ഇത്തരം നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ഗതികേടാണ് കാണിക്കുന്നത്. സത്യത്തിൽ UAEയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇന്ന് വെറും ഒരു കച്ചവടത്തിനപ്പുറം സഹോദര തുല്യമായി വളർന്നിരിക്കുകയാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരി മിഡിൽ ഈസ്റ്റിൽ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. പണ്ട് പാകിസ്ഥാൻ കരയുമ്പോൾ പണം നൽകിയിരുന്ന UAE ഇന്ന് അവരെ കൈവിട്ടിരിക്കുകയാണ്. കൊടുത്ത കടം തിരിച്ചു ചോദിച്ചപ്പോൾ അത് വീട്ടാൻ സൗദിയുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വന്ന പാകിസ്ഥാന്റെ അവസ്ഥ ലോകത്തിന് മുന്നിൽ വലിയ പരിഹാസമായി മാറി. ഇനി അതേസമയം UAE ഇന്ത്യയിൽ 10,000 കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത്. അബുദാബിയിൽ തലയുയർത്തി നിൽക്കുന്ന ഭീമാകരമായ ഹിന്ദു ക്ഷേത്രം പാകിസ്ഥാൻ പടച്ചുവിട്ട വർഗീയ നുണകൾക്കേറ്റ വലിയൊരു പ്രഹരമാണ്. UAEയിൽ താമസിക്കുന്ന 45 ലക്ഷത്തോളം ഇന്ത്യക്കാരെ ചൂണ്ടിക്കാണിച്ചാണ് പാകിസ്ഥാൻ ഇപ്പോൾ പേടിപ്പിക്കാൻ നോക്കുന്നത്. എന്നാൽ ഇന്ത്യക്കാർ ലോകത്ത് എവിടെ പോയാലും ആ രാജ്യത്തിന്റെ നിയമങ്ങളെ ബഹുമാനിക്കാനും അവിടുത്തെ വികസനത്തിൽ പങ്കാളികളാകാനുമാണ് ശ്രമിക്കുന്നത്. UAEയുടെ വളർച്ചയിൽ ഇന്ത്യക്കാരുടെ വിയർപ്പുണ്ട് എന്നത് അവിടുത്തെ ഭരണാധികാരികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ ഇന്ത്യയെ നെഞ്ചോട് ചേർക്കുന്നത്. പാകിസ്ഥാന്റെ ഇത്തരം പ്രസ്താവനകൾ അവരുടെ സ്വന്തം ജനതയുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും തന്ത്രം മാത്രമാണ്.
സ്വന്തം രാജ്യത്തെ വിമാനത്താവളങ്ങളും റോഡുകളും പണയം വെച്ച് ജീവിക്കുന്നവർ ലോകത്തിന്റെ വിശ്വമിത്രമായി വളരുന്ന ഭാരതത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത് വെറുമൊരു തമാശയാണ്. ഇന്ത്യ ഇന്ന് ചന്ദ്രനിലും ചൊവ്വയിലും തൊടുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും പിച്ചച്ചട്ടിയുമായി ലോകരാജ്യങ്ങളുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. അസൂയ കൊണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ത്യയുടെ കുതിപ്പ് ഇനി ആർക്കും തടയാനാകില്ല എന്നത്. ലോകക്രമത്തിൽ ഭാരതം അതിന്റെ അർഹമായ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ ഇനി ചെയ്യാവുന്നത് ഇത്തരം തമാശകൾ പറഞ്ഞ് സ്വയം പരിഹാസനാകുക എന്നത് മാത്രമാണ്. ഇനി ഇതുകൊണ്ടും തീർന്നില്ല പാകിസ്ഥാന്റെ സങ്കടം. ഇന്ത്യയും UAE തമ്മിൽ ഇപ്പോൾ പുതിയ പുതിയ കരാറുകളിലാണ് ഒപ്പുവെക്കുന്നത്. പണ്ട് എണ്ണ വാങ്ങാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മൾ UAE ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യ, ബഹിരാകാശം, പ്രതിരോധം, ഡിജിറ്റൽ പേയ്മെന്റ് തുടങ്ങി എല്ലാ മേഖലകളിലും ഇന്ന് കൈകോർക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് നമ്മുടെ സ്വന്തം UPI സംവിധാനം UAE നടപ്പിലാക്കിയത്. നമ്മുടെ രൂപയിൽ വ്യാപാരം നടത്താൻ അവർ തയ്യാറായി. ഇതൊക്കെ കാണുമ്പോൾ പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് എങ്ങനെയുണ്ടാകും? സ്വന്തം കറൻസിക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഒരു വിലയുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ രൂപയുടെ കരുത്ത് അറബ് മണ്ണിലും വളരുന്നത് പാകിസ്ഥാൻ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനങ്ങൾ വെറും ഒരു ഔദ്യോഗിക ചടങ്ങായിരുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ മോദിജി എന്റെ സഹോദരൻ എന്ന് വിളിക്കുമ്പോൾ അത് പാകിസ്ഥാന്റെ വർഷങ്ങളായുള്ള നയതന്ത്ര അടവുകൾക്കുള്ള തിരിച്ചടി തന്നെയാണ്. ഈ സന്ദർശനങ്ങളും സ്നേഹപ്രകടനങ്ങളും പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം പല രാജ്യങ്ങളും എന്നും തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന പാകിസ്ഥാന്റെ ആ പഴയ തള്ള ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. UAE ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് അടിക്കടി എത്തുന്നതും പുതിയ കരാറുകളിൽ ഒപ്പിടുന്നതും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സാമ്പത്തികമായും നയതന്ത്രപരമായും ഒറ്റപ്പെടുത്തുകയാണ്. സഹിക്കാൻ കഴിയാത്ത ഈ സത്യം വിളിച്ചു പറയാൻ കഴിയാതെയാണ് അവരുടെ സെനറ്റർമാർ ഇപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ് വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നത്. സത്യത്തിൽ ഭാരതം ഇന്ന് വിശ്വഗുരുവായി മാറുന്ന കാഴ്ച കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് നമ്മുടെ ഈ പഴയ അയൽക്കാർ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പാകിസ്ഥാൻ സെനറ്റർ മുഷാഹിദ് ഹുസൈന്റെ ഈ വെപ്രാളം നമ്മൾ കാണേണ്ടത് മറ്റൊരു രീതിയിലാണ്. ഇതൊരു തോറ്റവന്റെ കരച്ചിലാണ്. സ്വന്തം അതിർത്തികൾ കാക്കാൻ പോലും താല്പര്യമില്ലാത്തവർ ഭാരതത്തിന്റെ അതിരുകൾ എവിടെ വരെ എത്തുമെന്ന് ആകുലപ്പെടുന്നത് വെറും വിരോധാഭാസമാണ്. സത്യത്തിൽ അഖണ്ഡ ഭാരതം എന്നത് ഒരു ഭീഷണിയല്ല, മറിച്ച് അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ UAEയും ലോകരാജ്യങ്ങളും ഇന്ന് ആദരിക്കുന്നു എന്നതാണ് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ്. വിനാശകരമായ ചിന്താഗതികൾ കൈമുതലായുള്ള ഒരു രാജ്യം. ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം പിച്ചച്ചട്ടിയുമായി ലോകം ചുറ്റുന്നവനെ നോക്കി ഭാരതം എന്ന ഈ മഹാശക്തി ഒരിക്കലും പിന്നോട്ട് നോക്കില്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും നരേന്ദ്രമോദിയും കൈകോർത്ത് പിടിക്കുമ്പോൾ അവിടെ തകരുന്നത് മതപരമായ വേർതിരിവുകൾ മാത്രമല്ല, മറിച്ച് പാകിസ്ഥാന്റെ വർഷങ്ങളായുള്ള വിദ്വേഷ രാഷ്ട്രീയമാണ്. പാകിസ്ഥാൻ ഭരണാധികാരികളുടെ ഒടുവിലായി ഒന്നു മാത്രം: ഇന്ത്യയുടെ ഭൂപടം നോക്കി സമയം കളയാതെ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ഒരല്പം ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത്. കാരണം ചരിത്രം എപ്പോഴും വിജയികൾക്കൊപ്പമാണ്. ഭാരതം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം നമുക്ക് പിന്നാലെയുണ്ട്. അസൂയപ്പെടുന്നവർ അവിടെ കിടന്ന് അസൂയപ്പെടട്ടെ. നമ്മൾ മുന്നോട്ട് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്ന പാകിസ്ഥാന് ഇന്ന് ഇന്ത്യയുടെ ഓരോ വളർച്ചയും ഒരു പേടി സ്വപ്നമാണ്. UAE അഖണ്ഡ ഭാരതം പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്ന മുഷാഹിദ് ഹുസൈൻ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. UAEക്ക് ഇന്ത്യയെ പേടിയില്ല, മറിച്ച് ഇന്ത്യയുടെ സത്യസന്ധതയിലും സാമ്പത്തിക കരുത്തിലും വലിയ വിശ്വാസമാണ്. അപ്പം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.